ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഈ ഒരു റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിന്ന് എടുത്ത ഫിഷ് കിങ് ഫിഷ് അല്ല, പിന്നെ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പിന്നെ കിങ് ഫിഷ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ചെമ്മീനും ഈ ഒരു റെസിപ്പി ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് മീൻ നല്ലോണം മസാല ഇടാം. അതിന് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ ഫിഷ് പൊരിച്ചിട്ടെടുക്കാം. അതിന് വേണ്ട പാന് ഗ്യാസ് മേൽ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം പിന്നെ ഈ ഒരു ഓയിലിൽ തന്നെയാണ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഇനി നമുക്ക് മീൻ നന്നായി പൊരിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള അരി കഴുകി പുറത്ത് വെക്കാം. അപ്പോൾ ഇത് എല്ലാ മീനും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഓയിൽ കൊണ്ട് തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ആ ഓയിൽ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. മസാല ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 വലിയ ഉള്ളി എടുത്തത്. അപ്പോൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം സവാള ഫുൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഈ സെയിം ഓയിൽ വെച്ചിട്ട് തന്നെ മസാല ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഉള്ളി നന്നായി വാടി വരുന്നത് വരെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് മസാലയിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ചതച്ച് വെക്കാം. ഞാൻ ഇത് നേരത്തെ തന്നെ ചതച്ച് വെച്ചതുകൊണ്ട് നന്നായി വാടിയ ഉള്ളിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പിന്നെ മീനിൻ്റെ 2 പീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മസാലയിൽ മീനിൻ്റെ നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. പച്ചമീൻ 2 കഷ്ണം, ചെറിയ വാലിൻ്റെയോ തലേൻ്റെതോ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 തക്കാളി നല്ല ചെറുങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത തക്കാളീൻ്റെയും മസാലേൻ്റെയും പച്ചമണം മാറുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മളടുത്തുള്ള മല്ലിച്ചപ്പും പുതിനച്ചപ്പ് പിന്നെ കുറച്ച് കട്ടത്തൈരും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സാക്കി ഇളക്കിയെടുത്തിട്ട് അടച്ചു വെക്കാം. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഉടഞ്ഞു പോകാണ്ട് കറക്റ്റായിട്ട് മസാലയിൽ വെച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു ഫ്ലെയിമിൽ മസാല വെക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടതിന് ശേഷം മസാല നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അടിപൊളി മസാല. ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉള്ളി പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് ദമ്മിലേക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അടുത്തതായി ഇട്ടത് വലിയ ജീരകവും പിന്നെ ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമ്മൾ അരി എത്ര എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരത്തെ
കഴുകി പുതിർത്ത് വെച്ച അരി വെള്ളം പതക്കുമ്പോൾ അതിലിട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കണം. വെള്ളം പതച്ച് വരുമ്പം തന്നെ ഉപ്പ് ചേർക്കണം. പിന്നെ ഉപ്പ് എപ്പോൾ കുറച്ചൊരു മുന്തിയിട്ട് നിന്നാൽ കറക്റ്റ് ഉപ്പായിരിക്കും, ഒരിക്കലും കുറയാൻ പാടില്ല. അങ്ങനെ പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്, ഒത്തവും കാര്യങ്ങളെല്ലാം ആയിട്ട്. ഇനി നമുക്കിത് ദമ്മിലേക്ക് ഇടാം. നെക്സ്റ്റ് പരിപാടി അതാ. ഇനി നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ, മസാല ആക്കിയ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിടുന്നത്. പിന്നെ ഫസ്റ്റ് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതാ ഉള്ളിയും കാഷ്യൂനട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിക്കില്ല. പിന്നെ ഇത് നമ്മൾ നെയ്ച്ചോറാക്കുന്ന ആ ഓയിൽ തന്നെ പൊരിച്ചെടുക്കുന്നതാണ്. ഫസ്റ്റ് ഉള്ളി പൊരിച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ഫുഡ് കളർ ഉള്ളവരെ ഫുഡ് കളർ യൂസ് ചെയ്യാം. ഞാൻ ഫുഡ് കളർ അങ്ങനെ ഉപയോഗിക്കലില്ല. അതിലേക്ക് മഞ്ഞളിൽ പാലോ അങ്ങനെ കലക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ മല്ലിച്ചപ്പും പുതിനച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് നിർബന്ധം. മല്ലിച്ചപ്പ് ചെറുങ്ങനെ അരിഞ്ഞിട്ട് മേലെ ഇട്ട് കൊടുക്കും. അങ്ങനെ 2 ലെയർ അതുപോലെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പൊരിച്ച ഉള്ളി അതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആദ്യം ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ അതുപോലെ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 10-15 മിനിറ്റ് നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഇതാ നമ്മളെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായും ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്യും. അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.